ലേ ലഡാക്കിലേക്കുള്ള വഴിയിൽ സിസു കഴിഞ്ഞിട്ട് ഞങ്ങൾ ആഹാരം കഴിക്കാൻ വേണ്ടി ഈ ഹോട്ടലിൽ വണ്ടി നിർത്തിയിരിക്കുകയാണ്. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഐസൊക്കെ ഇല്ലേ, ഇന്നലെ ഉണ്ടായ സ്നോ ആണിത്. നല്ല രാത്രി മൊത്തം സ്നോ ആയിരുന്നു. അതുകൊണ്ട് ഈ ഭാഗത്ത് മലകളെല്ലാം ഇപ്പോൾ മഞ്ഞ് മൂടി കിടക്കുകയാണ്. പ്രകൃതി ആകെ മാറിയിരിക്കുന്നു. ഞങ്ങൾ ഈ ആഹാരം കഴിക്കാൻ കയറിയ ഹോട്ടലിൻ്റെ അടുത്തൊക്കെ ഇപ്പോൾ മഞ്ഞ് വീണ് കിടക്കുകയാണ്. വാക്കുകൾക്ക് പറഞ്ഞാൽ അത് പറയാൻ ഒക്കാത്ത ഇതിലുള്ള സൗന്ദര്യമാണ് ഇപ്പം കാണുന്നത്. കണ്ടില്ലേ, ഒരു മല മുഴുവൻ ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഭയങ്കര സൗന്ദര്യം. ഈ മലയുടെ ഒരു ഭാഗത്ത് ചന്ദ്ര നദിയുണ്ട്. ആ നദിയുടെ തീരത്താണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഈ തീരത്തോട് തന്നെ നമ്മൾ കുറേയേറെ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നത്. ഓരോ യാത്രയും ഓരോ അനുഭവമാണെന്ന് പറയത്തില്ലേ. പ്രത്യേകിച്ചും ഈ സമയത്ത് ഈ യാത്ര ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമാണ് ഞങ്ങൾക്ക് തരുന്നത്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, മണാലിയിൽ നിന്നും ഏതാണ്ട് 150 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന താണ്ടി എന്ന കൊച്ചു ഹിമാലയൻ ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഈ യാത്ര. അവിടുത്തെ ആപ്പിൾ തോട്ടങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരികെ വരാം. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലായിരുന്നു ഞങ്ങളുടെ ഹിമാചൽ പ്രദേശ് യാത്ര. ശരത്കാലത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള ആദ്യത്തെ മഞ്ഞുവീഴ്ചയായിരുന്നു 2 ദിവസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. ഈ മഞ്ഞുവീഴ്ചയിൽ ഇവിടുത്തെ പർവ്വതങ്ങളൊക്കെ മഞ്ഞുമൂടി കിടക്കുകയാണ്. 9 കിലോമീറ്ററോളം നീളമുള്ള അദൽ ടണൽ വന്നതിന് ശേഷമാണ് ലാഹോറിലേക്കുള്ള യാത്ര വളരെ സുഗമം ആയത്. 2010 അദൽ ടണലിന്റെ നിർമ്മാണം തുടങ്ങിവെച്ചത്. 2020 ഏതാണ്ട് 10 വർഷത്തിന് ശേഷമാണ് അദൽ ടണൽ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തത്. മഞ്ഞ് പുതച്ചു കിടക്കുന്ന ഈ പർവ്വതനിരകളുടെ ഇടയിലൂടെ ഏതാണ്ട് 100 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് താണ്ടി എന്ന കൊച്ചു ഹിമാചൽ ഗ്രാമത്തിലെത്താൻ. റോഡിന്റെ ഓരം പറ്റി ചന്ദ്രബാഗ് നദി അങ്ങനെ ഒഴുകുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യസ്ഥാനമായ താണ്ടിയിൽ വെച്ചാണ് ചന്ദ്ര എന്നും ബാഗ് എന്നും പേരുള്ള 2 നദികൾ ചേർന്നിട്ട് ചന്ദ്രബാഗ് എന്ന പുതിയ നദി രൂപപ്പെടുന്നത്. ഏതാണ്ട് 45 കിലോമീറ്റർ ദൂരം ഇത് ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകുന്നു. കടുത്ത മഞ്ഞുവീഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ ഈ വഴിയുള്ള യാത്ര ഗവൺമെന്റ് നിരോധിക്കും. ഡിസംബർ ആദ്യ വാരം മുതൽ മാർച്ച് അവസാനം വരെ ഈ വഴിയുള്ള യാത്ര പൂർണ്ണമായും നിരോധിക്കുകയാണ് പതിവ്. മഞ്ഞുകാലത്ത് ആവലാഞ്ചുകളും അതുപോലെ മഴക്കാലത്ത് മണ്ണിടിഞ്ഞു വീണ്ടുണ്ടാകുന്ന അപകടങ്ങളും ഈ വഴിയിലൊക്കെ ധാരാളമാണ്. ഏപ്രിലിൽ ഈ വഴികളൊക്കെ തുറക്കുമ്പോൾ ധാരാളം സന്ദർശകരാണ് മഞ്ഞു മൂടിക്കിടക്കുന്ന ഹിമാലയ പർവ്വതങ്ങൾ കാണുവാൻ ഈ വഴി സഞ്ചരിക്കാറുള്ളത്. മണാലിയിൽ നിന്നും ഏതാണ്ട് 100-120 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ലക്ഷ്യമായ താന്തി വില്ലേജിലെത്തുവാൻ. പൊതുവെ നല്ല റോഡ് ആയതുകൊണ്ടും വലിയ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ടും ഏതാണ്ട് 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇത്രയും ദൂരം കവർ ചെയ്യാൻ സാധിക്കും. നീലാകാശം കുടപിടിക്കുന്ന ഈ യാത്ര നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. അത്രയ്ക്കും മറക്കാനാവാത്ത അനുഭവങ്ങളാണ് ഈ യാത്ര ഓരോ സന്ദർശകനും തരുന്നത്. താന്തി വില്ലയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങ് മുകളിലൊരു വണ്ടി വരുന്നുണ്ടല്ലോ, നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ഇപ്പോഴും ആപ്പിള് മരത്തിൽ നിൽക്കുന്നത് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ ഗ്രാമീണോട് തിരക്കി, അവരും പറഞ്ഞു അവിടെ ആപ്പിളിൻ്റെ മരങ്ങൾ ഇപ്പോഴും കായ്ച്ചു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. ഈ കാണുന്ന നദികളില്ലേ, ഇത് ചന്ദ്ര നദിയാണ്, ഇത് ബാഗ് നദി. ഇത് രണ്ടുകൂടി ചേർന്നിട്ട് ചന്ദ്ര ബാഗ് എന്ന് പറഞ്ഞിട്ട്
ഈ നദി മുന്നോട്ട് ഒഴുകുകയാണ്. 2 നദികളുടെ സംഗമമാണ് ഈ സ്ഥലം. നദി ഇങ്ങനെ ഒഴുകി ഒന്നായിട്ട് മുന്നോട്ട് പോവുകയാണ്. ചന്ദ്രഭാഗ് എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. നമുക്കപ്പം ഈ ഗ്രാമത്തിലോട്ട് പോയിട്ട് ആപ്പിൾ കൃഷി ഉണ്ടോ എന്നൊന്ന് കണ്ടിട്ട് വരാം. ഇതാ മരങ്ങളെല്ലാം ഇങ്ങനെ ഇല പൊഴിച്ച് നിൽക്കുകയാണ്. ഇല പൊഴിച്ചിട്ടില്ല, ഇല പൊഴിയാൻ വേണ്ടി നല്ല ഗോൾഡൻ കളറായിട്ട് നിൽക്കുന്നു. നല്ല രസമുണ്ട് ഈ പ്രകൃതികൾ കാണാൻ. ഈ ഗ്രാമത്തിലേക്കുള്ള വഴിയാണ്. ഈ തൂക്കുപാലം കടന്നിട്ട്, തൂക്കുപാലമല്ല, ഈ ബേലിപ്പാലം കടന്നിട്ട് ഞങ്ങൾ ആപ്പിൾ കൃഷി കാണാൻ പോവുകയാണ്. ജഗ നീന റൈറ്റിലല്ലോ. ഇത് ബേലിപ്പാലമാണ്. ബേലിപ്പാലം കടന്ന് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഒരു അമ്മച്ചി വണ്ടി കയറ്റാമെന്ന് ചോദിച്ചു, പക്ഷെ നമ്മൾ വണ്ടി ഒട്ടും സ്ഥലമില്ല. അതാണ് നമ്മൾ കയറ്റിയത്. അതെ, ഇത് ബാഗ് നദിക്ക് കുറുകെയുള്ള പാലമാണ്. നമ്മളങ്ങനെ താണ്ടി വില്ലേജിലെ ആപ്പിൾ കൃഷി കാണാൻ വേണ്ടി ഈ ചെറിയ മല കയറുകയാണ്. ഇതെല്ലാം ആപ്പിൾ തോട്ടമാണ്, ഉണ്ടല്ലേ? അതെ, ആപ്പിളൊക്കെ വീണ് കിടപ്പുണ്ട്. മരത്തിൽ ആപ്പിളൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട് കുറച്ചൊക്കെ. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു, കുറച്ചെങ്കിലും ആപ്പിൾ കാണാൻ കഴിയും. അതെ, ഈ മരങ്ങളിൽ ആപ്പിളുണ്ട്. അതൊരു ഭാഗ്യമാണ്. കാരണം സീസൺ കഴിഞ്ഞിട്ടും ഇത് കുറച്ച് മാറിയായതുകൊണ്ടും ഉയരത്തിലായതുകൊണ്ടും ഇവിടെ ഇതാ ആപ്പിൾ ഇങ്ങനെ നിൽപ്പുണ്ട് ഈ തോട്ടത്തിൽ. കണ്ടല്ലേ, ഓൾമോസ്റ്റ് പറിച്ചു കഴിഞ്ഞു. ആപ്പിളിൻ്റെ ലാസ്റ്റ് വിളവാണെന്ന് തോന്നുന്നു. ഈ മരങ്ങളിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഹിമാചലിലെ താന്തി വില്ലേജിനടുത്തുള്ള വേറൊരു ചെറിയ ഗ്രാമമാണിത്. ആപ്പിൾ കൃഷി കാണാൻ വേണ്ടി മണാലിൽ നിന്ന് വേണ്ട 100 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ മനസ്സിനെ നിറയ്ക്കുന്ന രീതിയിൽ ആപ്പിൾ പഴങ്ങളങ്ങനെ എല്ലാ മരങ്ങളിലും ഉണ്ട്. ഇത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. കണ്ടില്ലേ, ഇത് ഈ ഭാഗത്തെ ആപ്പിളുകളുടെ ലാസ്റ്റ് വിളവാണ്. മിക്കവാറും സ്ഥലത്തെ ആപ്പിളുകളൊക്കെ ഈ വർഷത്തെ വിളവെടുത്ത് കഴിഞ്ഞു. മഞ്ഞുകാലം തുടങ്ങാൻ പോവുകയാണല്ലോ. അതിന് മുമ്പുള്ള ആപ്പിൾ കൃഷിയുടെ ലാസ്റ്റ് വിളവെടുപ്പാണ്. മഞ്ഞ് വീഴുന്നതിന് മുമ്പ് ഈ ആപ്പിളുകളും അവർ പറിച്ചിട്ട് മാർക്കറ്റിൽ കൊടുക്കും. ഈ കാണുന്ന ആപ്പിൾ മരങ്ങളൊക്കെ കണ്ടില്ലേ, ഇഷ്ടം പോലെ ഫലം ഉണ്ടായി നിൽക്കുന്ന മരങ്ങളാണ്. ഒരു മരത്തിൽ നിന്നും ഏതാണ്ട് 30 തൊട്ട് 40,000 രൂപ വരെ ഇവിടുത്തെ കർഷകർ ഉണ്ടാക്കാറുണ്ട്. നല്ല സീസണാണെങ്കിൽ അത്രയുമാണ് ഇതിൻ്റെ വിളവെടുപ്പ്. ഹിമാചൽ പ്രദേശിൻ്റെ പ്രോസ്പെരിറ്റിയുടെ ഒരു മെയിൻ കാരണം, ടൂറിസം അല്ലാതുള്ള ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ആപ്പിൾ കൃഷി തന്നെയാണ്. അപ്പോൾ ഒക്ടോബറിൻ്റെ അവസാന വാരത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സാധാരണ ആപ്പിൾ കൃഷി മണാലിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തീർന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത്രയും യാത്ര ചെയ്ത് വന്നതിൻ്റെ ഒരു ഫലമുണ്ട്. മനസ്സ് നിറയെ കൺകുളിർക്കെ ആപ്പിളുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ തോട്ടത്തിൽ കൂടെ നടക്കാൻ കഴിയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. മരങ്ങളും ആപ്പിളുണ്ട്. ഇവിടെ കാണത്തില്ല എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ വന്നത്, പക്ഷേ മരങ്ങളിലെല്ലാം ഇങ്ങനെ ആപ്പിൾ നിറഞ്ഞു നിൽക്കും. എന്താ, ഹിമാലയത്തിൻ്റെ താഴ്വാരത്തുള്ള ഈ ചെറിയ വില്ലേജിൽ കുറേയേറെ ആപ്പിളുകൾ ഈ ഓർച്ചാർഡിലുണ്ട്. ഇത് ഹിമാചലിലെ ഈ ഭാഗത്തിൻ്റെ ആപ്പിൾ കൃഷിയുടെ വിളവെടുപ്പിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇതോടെ കഴിഞ്ഞാൽ പിന്നെ കിന്നോർ എന്ന സ്ഥലത്താണ് ഇനിയുള്ള ആപ്പിളുകൾ ഈ വർഷത്തെ ബാക്കിയുള്ളത്. അതുകൂടെ കഴിയുമ്പോഴത്തേനും ഈ വർഷത്തെ ആപ്പിൾ സീസൺ കഴിയും. മരങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെയുള്ള മരത്തിൽ നിന്ന് അവർ പറഞ്ഞനുസരിച്ചിട്ട് 10-20 പെട്ടി ആപ്പിളൊക്കെ കിട്ടും. അതായത് ഒരു മരത്തിൽ നിന്ന് ഒരു 30 തൊട്ട് 40,000 രൂപയുടെ ആപ്പിളാണ് അവർക്ക് കിട്ടുന്നത്. അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആപ്പിൾ കൃഷി ഹിമാചലിലെ ആൾക്കാർക്ക്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് സനാതൻ സ്റ്റോക്സ് എന്ന പേരുള്ള ഒരു അമേരിക്കക്കാരനായിരുന്നു ആപ്പിൾ കൃഷി ഇവിടുത്തുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. പിന്നീട് ആപ്പിളിൻ്റെ ധാരാളം വെറൈറ്റികൾ അദ്ദേഹം ബഡ് ചെയ്ത് ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ ഹിമാചലിലെ ആപ്പിൾ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സനാതൻ സ്റ്റോക്സ് ആണ്. ആപ്പിൾ തോട്ടത്തിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്താണ്
അന്നത്തെ ജോലി കഴിഞ്ഞ് തിരികെ മടങ്ങുന്ന രണ്ട് സ്ത്രീകളെ ഞാൻ കണ്ടുമുട്ടിയത്. हाँ जी आया नहीं, हम आके 2 दिन हो गया, कल वापस चलेंगे. आप लोग इधर रहते हैं क्या? अच्छा, कोटा के साथ ही. हाँ अच्छा, अभी तो इधर कॉटेज बंद कर दिया. हाँ, कुल्लू से आ गया. अच्छा, तो पिछले बार हम आए थे उस टाइम भी बंद है, इसी टाइम आए थे. तो उधर तो एप्पल का सब खत्म हो गया, फसल खत्म हो गया ना. हाँ, ये किसकी है वैसे? गाँव की ये हाँ, एक दो हम ले सकता है नीचे जो गिरा है? क्या पता नहीं आप पता नहीं ना, नीचे काफी गिर कर पड़ा हुआ उनके पास ले जाओ, है. बेटी ले जाओ उनके पास ആ നീ പെട്ടി ആ ഗ്രാമത്തിലെ അമ്മച്ചിമാരാണ് രണ്ടുപേര്. അവര് ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പൊ ഇവിടെ പണിയെടുത്തിട്ട് അവരുടെ അയ്യത്തൊക്കെ പണിയെടുത്തിട്ട് അവര് തിരിച്ചു പോവുകയാണ്. ഞാൻ ബുദ്ധി സഹിയേ. അവർ പറഞ്ഞു ഞങ്ങള് പ്രായമുള്ളവരാണ്, ഞങ്ങളുടെ ഫോട്ടോ എന്തിനാ എടുക്കുന്നത് ചോദിക്കുകയാണ്. ഞങ്ങളിപ്പം തിരിച്ച് ഇനിയും പോവുകയാണ്. തിരിച്ച് അവർ പറയുന്നു മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ട്, നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അതുകൊണ്ട് കാലാവസ്ഥയും മാറിക്കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അവർ ചിരിക്കുന്നു. ഗ്രാമീണരായ ഈ സ്ത്രീകളോട് കുറച്ചു നേരം സംസാരിച്ചിട്ടാണ് ഞങ്ങൾ മടങ്ങിയത്. മടങ്ങുന്ന നേരം അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ആപ്പിളുകളും കുറച്ച് വെജിറ്റബിൾസുമൊക്കെ ഞങ്ങൾക്ക് സമ്മാനമായി തന്നു. ഇന്ത്യയിലെ പല ഗ്രാമങ്ങളും അങ്ങനെ നന്മയുടെ പ്രതീകമായി നിലനിൽക്കുന്നുണ്ട്. അത് അനുഭവിച്ചറിയുമ്പോൾ വളരെ സന്തോഷം തോന്നും. പിരിയുന്നതിന് മുമ്പ് ഗ്രാമീണരായ ഈ സ്ത്രീകൾ തങ്ങളുടെ ഗ്രാമത്തെപ്പറ്റിയും ഇവിടുത്തെ ആൾക്കാരെ പറ്റിയും കൃഷിയെപ്പറ്റിയും കാലാവസ്ഥയെപ്പറ്റിയുമൊക്കെ വാദോരാതെ അവർക്കറിയാവുന്ന ഭാഷയിൽ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. നമ്മൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഞങ്ങൾ മടങ്ങുകയാണ്. നാളെ തിരിച്ച് ഞങ്ങൾക്ക് പോകണം. മണാലിയിലെ ഇപ്രാവശ്യത്തെ വിസിറ്റ് വളരെ നല്ലതായിരുന്നു. റോത്താം പാസിലെ മഞ്ഞും രാവിലെ കണ്ട അമ്പലവും ഇടുമ്പി അമ്പലവും അതുപോലെ ദീപാവലി ആഘോഷവും ഒക്കെ മറക്കാൻ വയ്യാത്ത അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് തന്നത്. ഇങ്ങനെയുള്ള കാഴ്ചകളാണ് നമ്മുടെ ജീവിതത്തെ മനോഹരമാക്കുന്നത്. പലപ്പോഴും നമ്മൾ മിസ് ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാഴ്ചകളാണ്. പതുക്കെ മഞ്ഞിങ്ങനെ വീട് തുടങ്ങുന്നുണ്ട്. അതിനു മുമ്പ് നമുക്ക് തിരിച്ച് മണാലിലേക്ക് പോകണം. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസിൽ നിന്നും ഒരിക്കൽ കൂടി ബൈ ബൈ. ദിസ് ഈസ് ബെൻസൺ ജോൺ സൈനിങ് ഓഫ്. ബൈ. चलो दीदी, फिर मिलेंगे अगले साल. आओ तो हम दोबारा आएंगे फिर. हाँ ठीक है. नहीं ये बर्फ